പലർക്കും ഇപ്പോഴും അറിയാത്ത കാര്യമാണ് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഗൂഗിൾ ക്രോം ഒന്ന് വൃത്തിയാക്കിയാൽ തന്നെ നമ്മുടെ ഫോണിന്റെ പാതി പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഫോണിന് വേഗത കുറവാണ്, മെമ്മറി ഫുള്ളാകുന്നു, ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നു, ഇങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കാറില്ലേ? എന്നാൽ ക്രോം ബ്രൗസർ ഒന്ന് വൃത്തിയാക്കി നോക്ക്, നിങ്ങൾക്ക് ഇതിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ ക്രോം ബ്രൗസറും നമ്മുടെ ഫോണും തമ്മിൽ അത്രയും വലിയ ബന്ധമുണ്ടോ എന്ന്. അതെ, വലിയ ബന്ധമുണ്ട്. നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ റാം ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ആണ്. എന്തുകൊണ്ടെന്നാൽ ഇത് സദാസമയവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം തന്നെ നമ്മുടെ ഫോണിന്റെ വലിയൊരു ശതമാനം റാം ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഫോണിന്റെ റാം അമിതമായി ഉപയോഗിക്കുന്നത് പ്രൊസസ്സറിന് ലോഡ് കൂടുകയും ഇത് ബാറ്ററി പെട്ടെന്ന് തീരാൻ കാരണമാവുകയും ചെയ്യും. അതുമാത്രമല്ല, ക്രോമിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ഫയലുകൾ നമ്മുടെ ഇന്റേണൽ മെമ്മറി നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇൻട്രോയിൽ ആദ്യം പറഞ്ഞ 3 പ്രശ്നങ്ങളും നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം തന്നെ ഉണ്ടാക്കുമെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഗൂഗിൾ ക്രോം എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ വലതുഭാഗത്ത് നിരവധി ടാബുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിടക്കുന്നത് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള നിരവധി വെബ്സൈറ്റുകൾ ടാബുകളായിട്ട് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവും. ഇതിലെ പല വെബ്സൈറ്റുകൾക്കും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗിക്കാനും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനും ഒക്കെ അനുമതിയുള്ളതാണ്. നമുക്ക് ഈ ടാബുകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ഓൾ ടാബ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മുഴുവൻ ടാബുകളും ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതുപോലെ ആഴ്ചയിലോ 3 ദിവസമോ കൂടുന്ന സമയത്ത് എത്ര ടാബുകൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ വെബ്സൈറ്റും ഉപയോഗിച്ച ഉടനെ തന്നെ അതിൻ്റെ ടാബ് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി ചെയ്യേണ്ടത് ഇവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ അല്പം താഴെ സെറ്റിംഗ്സ് കാണാം. അത് ഓപ്പൺ ചെയ്തിട്ട് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റുകൾ അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ശേഖരിച്ച് വെച്ച കുക്കികൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡിലേറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ മുകളിലുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ഒരുമിച്ച് നമുക്ക് കളയാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ചില വെബ്സൈറ്റുകളിൽ സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചില വെബ്സൈറ്റുകൾ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത്തരം വെബ്സൈറ്റുകളുടെ സൈൻ ഇൻ ചെയ്തതും അക്കൗണ്ടും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മുഴുവനായിട്ട് ക്ലിയർ ചെയ്താൽ അത്തരത്തിൽ അക്കൗണ്ടുകൾ നഷ്ടപ്പെടുമെന്ന് കരുതുന്നവർ ഇതിൽ നിന്ന് നോക്കിയിട്ട് പരിചയമില്ലാത്ത വെബ്സൈറ്റുകളുടെയൊക്കെ കുക്കികൾ ഇതുപോലെ കളയാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ കളയണമെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നേരം പ്രയത്നിക്കേണ്ടി വരും. അതൊന്നും പ്രശ്നമല്ല. ക്രോം ബ്രൗസർ വൃത്തിയാക്കുകയാണ് പ്രാധാന്യമെങ്കിൽ ഡിലേറ്റ് ബ്രൗസിംഗ് ഡാറ്റ കൊടുത്തിട്ട് എല്ലാം ഒരുമിച്ച് കളയാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഞാൻ സൈറ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി അല്പം താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ബട്ടൺ ഓണായി കിടക്കുന്നത് കാണാം. അതൊന്ന് ഓഫ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് ഡാറ്റ പ്രൈവസി വർദ്ധിപ്പിക്കാനും അനാവശ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകളെ നിയന്ത്രിക്കാനും സാധിക്കുന്നതാണ്. വീണ്ടും ഞാൻ സൈറ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായി ഡാറ്റ സ്റ്റോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിരവധി വെബ്സൈറ്റുകൾ നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് ഡാറ്റകൾ ശേഖരിച്ച് വെച്ചതായിട്ട് കാണാം. അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള ഡാറ്റ ശേഖരിക്കുന്നതാണ്. പക്ഷേ വലിയ മെമ്മറി സ്പേസ് ആണ് ഇത്തരത്തിൽ പല വെബ്സൈറ്റുകളും നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇതുപോലൊരു പോപ്പപ്പ് വരും. ഡിലേറ്റ് കൊടുക്കുക. മൊത്തം ഡാറ്റയും ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വലിയൊരു മെമ്മറി സ്പേസ് തിരിച്ചു ലഭിക്കുന്നതാണ്. വീണ്ടും സൈറ്റ് സെറ്റിംഗ്സിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി അല്പം മുകളിലായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിരവധി വെബ്സൈറ്റുകൾക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കാനുള്ള പെർമിഷൻ അലോ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ ഇത്തരം വെബ്സൈറ്റുകൾക്ക് നോട്ടിഫിക്കേഷൻ കാണിക്കാനായിട്ട് നമ്മുടെ ക്രോം ബ്രൗസർ സദാസമയവും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ബട്ടൺ കാണാം നിങ്ങൾക്ക്. അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതോടെ വെബ്സൈറ്റുകളിൽ നിന്നുള്ള അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കും. ചിലർക്കൊക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിരവധി നോട്ടിഫിക്കേഷൻ ക്രോം ബ്രൗസറിൽ നിന്ന് തന്നെ വരും. ചിലതൊക്കെ അശ്ലീല നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ തടയാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണിത്.
ഇനി നോട്ടിഫിക്കേഷൻ കാണിക്കാനായിട്ട് ക്രോം ബ്രൗസർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ സദാസമയവും പ്രവർത്തിക്കാതിരിക്കാൻ ഏറ്റവും ആദ്യം സെറ്റിങ്സിലേക്കാണ് വന്നിരിക്കുന്നത്, സൈറ്റ് സെറ്റിങ്സ് അല്ല. അവിടെയും നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കാണിക്കാനായിട്ട് അനാവശ്യമായിട്ട് ക്രോം ബ്രൗസർ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്രോം ബ്രൗസറിനകത്ത് ചെയ്യുകയാണെങ്കിൽ ക്രോം ബ്രൗസർ വഴി ഉണ്ടാകുന്ന ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ക്രോം ബ്രൗസറിന് പകരം മറ്റൊരു ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ ബ്രൗസറും നിങ്ങളുടെ ഫോണിലെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.